ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇസ്തിഹാർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാലമാണ്. അപ്പം ഇന്നും ഒരു പാലത്തിൻ്റെ വീഡിയോ തന്നെയാണ്. ഇത് ചെല്ലഞ്ചി പാലം എന്നാണ് അറിയപ്പെടുന്നത്. ചെല്ലഞ്ചിയിലെ ഒരു പാലമാണ്. അപ്പം നമുക്ക് പാലത്തിൻ്റെ ബാക്കി വീഡിയോസ് കാണാം. അപ്പോൾ പാലത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചെല്ലഞ്ചി പാലം. ഇത് നമ്മളെ മുതുവിള എന്ന് പരപ്പിലിൽ നിന്ന് വരുന്ന റോഡ് പാലോട് പോകുന്ന റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാലമാണ്. അത്യാവശ്യം നീളമുള്ളൊരു പാലമാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ്. അപ്പം ബാക്കി നമുക്ക് വീഡിയോ കാണാം. ഇപ്പോഴും നമ്മൾ പാലത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങിയാണ്. അപ്പം ഇവിടെ ആൾക്കാർ വരുന്ന ഇറങ്ങുന്നതൊക്കെയുള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നമ്മളെന്തായാലും ഒരു വീഡിയോ എടുക്കുമ്പം പാലത്തിൻ്റെ മോൾ ഭാഗം മാത്രം ചെയ്തിട്ട് കാര്യമില്ല, താഴ് സൈഡ് കൂടി ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴ് സൈഡ് കൂടെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങിയാണ്. ഈ കാണുന്നതാണ് അതിനെ താങ്ങി നിർത്തിയിട്ടുള്ള ബീമുകളും അതിൻ്റെ പില്ലറ് കാര്യങ്ങളാണ്. അപ്പോൾ ബാക്കി നമുക്ക് താഴോട്ട് ഇറങ്ങി ഓരോന്നായിട്ട് കാണാം. അപ്പോഴേ നമ്മൾ ഈ കാണുന്നതാണ് ചെല്ലഞ്ചി പാലത്തിൻ്റെ താഴ്ഭാഗം. അപ്പോൾ ഇവിടെ 3 പില്ലറിലായിട്ടാണ് ഈ പാലത്തിനെ അവർ സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. അപ്പോൾ 3 പില്ലറിൽ 3 പീസ് വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഈ പാലം നിർത്തിയേക്കുന്നത്. അപ്പോൾ താഴ്ഭാഗത്ത് നല്ല വെള്ളം നല്ല ഒഴുകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലൊന്ന് പോയി അവിടെ ആ പ്രദേശം അവിടെ നിന്നുകൊണ്ടുള്ള പാലത്തിൻ്റെ ഒരു വ്യൂ എങ്ങനെയാണ്, നമുക്ക് കറക്റ്റ് ആ പാലത്തിൻ്റെ അടി സൈഡ് ചെന്നിട്ട് പില്ലറിൻ്റെ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഒരു പില്ലറിൻ്റെ സൈസ് എത്ര വരും എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാം. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ താഴ്ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു പില്ലറിൻ്റെ താഴെയാണ്. അപ്പോൾ ഈ പില്ലറിൻ്റെ ഹൈറ്റ്, പാലത്തിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കിപ്പം എന്നെയും ഈ പില്ലറിനെ കൂടെ ചേർത്ത് കാണാൻ മനസ്സിലാവും. അതായത് ഇതാണ് പാലത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു പില്ലറിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ വീഡിയോ കാണാൻ മനസ്സിലാവും. അപ്പം 2 സ്ഥലത്ത് നല്ല ഹൈറ്റിലാണ് ഈ പാലം ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒഴുക്ക് കുറവാണ്. നമ്മളിപ്പോൾ ഇവിടെ ക്രോസ് ചെയ്ത് നടന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ പാലം എത്രത്തോളം ഇതിൻ്റെ സൈസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഹൈറ്റിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല ഹൈറ്റുള്ളൊരു ഏരിയയാണ്. ഇപ്പോൾ 2 പഞ്ചായത്തുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു പാലമാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നത്. അപ്പം സാധാരണ നമ്മുടെ ഇവിടെയുള്ള പ്രാദേശികമായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരും. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ വരുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ അടുത്ത് ഇത്രയും നല്ലൊരു പ്ലേസ് ഉള്ളതുകൊണ്ട് നമ്മൾ മിക്കപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ വരുന്നൊരു സ്ഥലമാണ്. കാരണം ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കാറ്റും കിട്ടും, നമുക്ക് നല്ല കാഴ്ച കിട്ടും. ഇവിടെ തന്നെ ഒരു ചെറിയൊരു അരുവി പോലെയാണ്. ഇത് പല സെക്ഷനായിട്ടാണ് ഈ നദി ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ആഴമുള്ള സ്ഥലങ്ങളുണ്ട്, ആഴം കുറഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ റിസ്ക് ഏരിയയാണ്. അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങാറില്ല. ജസ്റ്റ് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇറങ്ങി നമ്മൾ നടക്കാൻ പറ്റുന്ന സ്ഥലത്ത് കൂടി നടന്നെങ്കിൽ വന്നതേ ഉള്ളൂ. ഇതാണ് ചെല്ലഞ്ചി പാലം. ഇപ്പം നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പാലത്തിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പില്ലറിൻ്റെ താഴ്ഭാഗം മുതൽ കാണിക്കുന്നത്. ഇപ്പം ഇതൊരു പില്ലറാണ്. ഈ പില്ലറിൻ്റെ ഹൈറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് നമ്മുടെ എത്രത്തോളം അതിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടെന്ന് നമുക്ക് താഴ്ഭാഗത്ത് ഇറങ്ങി നിന്ന് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ഇതിൽ യൂസ് ചെയ്തേക്കുന്ന
TMT കമ്പിയുടെ ഒക്കെ ഒരു സൈസ് വളരെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അത്രത്തോളം സ്ട്രോങ് ആണ്. ഇപ്പോൾ പാലത്തിൻ്റെ അടി സൈഡിൽ തന്നെ ഈ ഒരു കമ്പി എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നുള്ള അതിൻ്റെ ഒരു സൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകുമ്പം ചെറിയ പാറക്കെട്ടുകൾ വളർന്നു വരേണ്ട ഒരു പ്ലേസാണ്. കാരണം വെറും ഒരു യാത്രാമാർഗമായിട്ടുള്ള ഒരു പാലം മാത്രമല്ല, ഇതിനെ വികസിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ടൂറിസം പ്ലേസ് ആക്കാൻ പറ്റും. അപ്പോൾ അനുബന്ധിച്ച് തന്നെ കുറച്ചൊരു 3-4 കിലോമീറ്റർ അപ്പുറത്തായിട്ട് അരുവിപ്പുറത്ത് ഒരു ടൂറിസം പ്ലേസ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സർവേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ടൂറിസം ഏരിയയാണ്. ആ ഏരിയയെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ അതിപ്പോൾ സർവേ ഒക്കെ നടക്കുന്നുണ്ട്, അരുവിപ്പുറം ടൂറിസം പ്രോജക്റ്റ്. അപ്പോൾ അതും ഇതും തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടൂറിസം സ്പോട്ടാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഇപ്പോൾ മുതുവള പരപ്പിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് ഈ പാലമുള്ളത്. നമ്മൾ ഈ പാലം കട്ട് ചെയ്ത് ചെല്ലുന്നത് പാലോട് പോകുന്ന റോഡിലേക്കാണ്. അപ്പം നമുക്കിപ്പം വർക്കലയിൽ നിന്ന് വരുന്നെങ്കിൽ പൊന്മുടി പോകാനൊക്കെ ഒരു എളുപ്പ റൂട്ടായിട്ട് ഇത് മാറും. അപ്പം നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോഴേ നമ്മൾ ഈ കണ്ടതാണ് ചെല്ലഞ്ചി പാലം. അപ്പം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് കല്ലറയിൽ നിന്ന് മുതുവിളയിൽ നിന്ന് പരപ്പിൽ വന്നിട്ട് ചെല്ലഞ്ചി പാലം, അതാണ് റൂട്ട്. കുറച്ച് അപകടം പിടിച്ചൊരു മേഖല കൂടിയാണ് ഇവിടെ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ വരുന്നവരെല്ലാം അവർ സേഫായിട്ട് നോക്കുക. നമ്മൾ സേഫ്റ്റി ഫസ്റ്റ്, സേഫ്റ്റി വിട്ട് ഒരു കളിയും പാടില്ല. നമ്മൾ എവിടെ ചെന്നാലും ഏത് പ്ലേസ് ചെന്നാലും സേഫ്റ്റിക്ക് മുഖ്യം, സേഫ്റ്റിക്ക് മെയിൻ പ്രയോറിറ്റി കൊടുക്കുക. അപ്പം അടുത്ത ദിവസം വേറൊരു ടൂറിസ്റ്റ് പ്ലേസുമായിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസുമായിട്ട് കാണാം.